وسلم قال لا يزال أحدكم في صلاة ما دامت الصلاة تحبسه لا يمنعه أن ينقلب إلى أهله إلا الصلاة. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യസാലു അഹദുക്കും, നിങ്ങളായിക്കൊണ്ടേയിരിക്കും ഈ സ്വലാത്ത്, നിസ്കാരത്തിൽ, മാദാമത്തി സ്വലാത്ത് തഹബിസു, അതായത് മറ്റു നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പള്ളിയിൽ ഈ നിസ്കാരം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കും. ആ ഒരു അതായത് ഇനി നമുക്ക് നിസ്കാരം വരാണ്ട് ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് മുഴുവനും നിങ്ങൾ നിസ്കാരത്തിലാണ്. ലാ യംനഉ അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ലാ സ്വലാത്ത്, കുടുംബക്കാരിലേക്ക് വീട്ടിലേക്ക് പോകാൻ പോലും നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ നിസ്കാരമാണ്. അങ്ങനെയുള്ള ഈ നിസ്കാരം പ്രതീക്ഷിച്ച് നിങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് മുഴുവനും നിങ്ങൾ നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സവാബ് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ് ഈ വായിച്ചത്. وعنه رضي الله عنه أن رسول الله صلى الله عليه وسلم قال الملائكة تصلي على أحدكم ما دام في مصلاه الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم ارحمه. ഇത് ഭാഗ്യവാന്മാർക്ക് മാത്രം കിട്ടുന്നൊരു കാര്യമാണ്. എന്താണ്? അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരുടെ മേലും മലക്കുകൾ ദുആ വെക്കുന്നുണ്ട്. എങ്ങനെയാണ് ദുആ വെക്കുന്നത്? അതായത് റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട്, പഠിച്ചവനെ ഈ ഇരിക്കുന്ന ആളുകൾക്ക്, എവിടെ ഇരിക്കുന്ന ആളുകൾക്ക്, മാദാമ ഫീ മുസല്ലാഹുല്ലദീ സല്ലാ ഫീ, നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കണം. നമ്മൾ ഒരു പുതിയ പരിപാടി നിസ്കരിച്ചാൽ ഓടുന്നു, എന്നുവെച്ചാൽ അവിടെ എവിടെയും പോയിരിക്കുന്നു. അതൊരു ശരിക്കും പറഞ്ഞു നമ്മൾ പറയാത്ത കാര്യമുണ്ടോ? നീ അത് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നം എന്താ വെച്ചാൽ മിണ്ടാത്തു പറഞ്ഞ് മനസ്സിലായി. എന്തു പറഞ്ഞാലും ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരവർ പഠിച്ചതുപോലെ ചെയ്യട്ടെ വിചാരിച്ചാൽ മിണ്ടാത്തു. പക്ഷേ ഈ നിസ്കരിച്ചിട്ടിരിക്കുന്ന സഫിൽ നിന്ന് ദുആ കഴിയോളം എണീച്ച് പോകുന്നത് തന്നെ ഒരു അദബേടാണ്. രണ്ടാമത്തത്, അടുത്തൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു ഗുണമാണെന്ത്? മലായിക്കത്തിൻ്റെ ദുആ റഹ്മത്ത് കൊണ്ട് തദ്ഉ ബിൽ മഗ്ഫിറത്തി വറഹ്മ, മലക്കുകൾ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് എന്ത് ചെയ്യും? ദുആ ചെയ്യും. എപ്പോഴാണ്? മാദാമ ഫീ മക്കാനിഹി അല്ലദീ സ്വല്ലാ ഫീ, അയാൾ എവിടെ നിന്നാണോ നിസ്കരിച്ചത് ആ സ്ഥലത്ത് ഇരിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീ, എവിടെ വെച്ച് നിസ്കരിച്ചോ ആ സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് മാലം യുഹദിസ്, പക്ഷെ അവിടെ നിന്ന് ഒതോ മുറിച്ചോളെ, ഒതോ മുറിക്കാതിരിക്കുന്ന സമയത്ത് ഒതോടുകൂടി തന്നെ എന്ത് ചെയ്യണം? ആ സ്ഥലത്ത് ഇരിക്കണം. ഇപ്പോൾ ഒരാൾക്കിപ്പോൾ ഒന്ന് പോയി വിചാരിച്ചിട്ട് പ്രശ്നമല്ലോ ഉണ്ട്, പോയത് പോയിക്കോട്ടെ, അതിനെക്കുറിച്ചല്ല. ഒതോടുകൂടി തന്നെ ആ ഇരുത്തം അവിടെ ഇരിക്കുന്നവർക്ക് ഇത് കിട്ടും. തഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ, മലക്കുകൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ গ্ফിർ ലഹു അല്ലാഹുമ്മ, പഠിച്ചാൽ ഈ മുസല്ലയിൽ ഇരിക്കുന്ന ആൾ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ച് ഈ മുസല്ലയിൽ തന്നെ ഇരിക്കുന്നവർ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്നത് ചെയ്യും ഈ മലക്കുകൾ. അള്ളാഹു ഒരു വിഭാഗം മലക്കിൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ മുസല്ലയിൽ ഇരുന്ന് നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നവർക്ക് ദുആക്കാൻ വേണ്ടി ഒരു വിഭാഗം മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റവാഹുൽ ബുഖാരി, ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. وعن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم أخر ليلة صلاة العشاء إلى شطر الليل. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായിനെ പിന്തിച്ച് ഏകദേശം രാത്രിയുടെ പകുതിയോളം പിന്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നിസ്കരിച്ചത്. സുമ്മ അഖ്ബല അലൈനാ ബിവജ്ഹി ബഅദ മാ സ്വല്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? നബി തങ്ങൾ നമ്മളെ കൂടെ തിരിഞ്ഞു. ഈ നിസ്കാരം പിന്തിക്കേണ്ട കാരണം വേറെ ഉണ്ട്, അത് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കുറേ ആളുകൾ ഈ സമീപം ഇരുന്നില്ലേ, അവരോടായി പറയാണ് സ്വല്ലന്നാസു റഖദു, ജനങ്ങൾ നിസ്കരിച്ചു, അവരൊക്കെ പോയി ഉറങ്ങി. എന്നാൽ വലം തസാലു ഫീ സ്വലാത്തിൻ മുൻതദർതുമുഹാ, നിങ്ങൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരുന്ന സമയത്ത് മുഴുവനും നിങ്ങൾ നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇരുന്ന അത്രയും സമയം നിസ്കരിച്ച ആൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്ത് ചെയ്യും? നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ഇരുത്തല്ല വെറുതെ ഇരുത്തം എന്ന് നിങ്ങൾ കണക്കാക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരു ഹദീസ് ബോധ്യമുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ് ഇനി പറയാൻ പോകുന്നത്. അലി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല
അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തിൽ ഫർദി ബി 27 ദറജ. ജമാഅത്തായിട്ട് നിസ്കാരം അഫ്ളൽ, അതാണ് ഏറ്റവും ഉത്കൃഷ്ടം. മിൻ സ്വലാത്തിൽ ഫർദി, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാളും ബി 27 ദറജ, 27 ദറജ. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് 27 പ്രാവശ്യം നിസ്കരിക്കുന്നതും ജമാഅത്തായിട്ട് ഒരു വട്ടം നിസ്കരിക്കുന്നതും ഏതാണ്? ഒരു വട്ടം നിസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത. മാത്രമല്ല, ഒരു ദിവസം ഒരു ജമാഅത്തും മുടക്കാത്തൊരു മഹാൻ, അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് എന്ത് ചെയ്തു? ഒരു ദിവസം നഷ്ടപ്പെട്ടു, 27 പ്രതിഫലം നഷ്ടപ്പെട്ടല്ലോ എന്ന് കണക്കാക്കി എന്ത് ചെയ്തു? അദ്ദേഹം 27 പ്രാവശ്യം നമസ്കാരം ചെയ്തു. നിസ്കരിച്ചപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. എന്ത് ദുആ? ഏത് ദുആ? അതല്ല, ജമാഅത്തായിട്ട് നിസ്കാരം വലദ്ദാല്ലീൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ആമീൻ പറയുള്ളൂ. ഇമാമും മഅ്മൂമിൻ്റെ ആമീൻ ഒരുമിച്ച് കൂടുമ്പോൾ മലായിക്കത്തുൽ കിറാമിൻ്റെ ആമീൻ എന്ത് ചെയ്യും? ആ കൂട്ടത്തിലുണ്ട്. അപ്പം മലക്കുകളിലെയും ഈ ജമാഅത്തായിട്ട് നിസ്കരിക്കുക ഇമാമിൻ്റെയും മഅ്മൂമിൻ്റെ ആമീൻ ഒരുമിച്ച് കൂടുമ്പോൾ ഉസ്ര ലഹുമാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞുപോയ എല്ലാ പാവങ്ങളും എന്ത് ചെയ്യും? അള്ളാഹു പുറത്തു കൊടുക്കുന്ന. ഇത് എപ്പോഴാണ് പറ്റുക? ഇമാമ് ആമീൻ തുടങ്ങുമ്പോൾ മഅ്മൂം ഒപ്പം പറയണം. ഇത് ഇമാമ് വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്ക് അങ്ങനെ ഏമ്പലമിട്ടാണെങ്കിൽ തുടങ്ങും ഓം പറഞ്ഞത്. ഇത് എത്ര പറഞ്ഞാലും മനസ്സിലായി. ഞാൻ പല ആവർത്തി പറഞ്ഞാൽ നിസ്കാരത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇമാമിനോട് ഒപ്പം വരേണ്ട ഒരേ ഒരു പ്രവൃത്തിയേ ഉള്ളൂ. അതേതാ? അത് ആമീൻ മാത്രമാണ്. ബാക്കിയൊക്കെ ഇമാമ് ചെയ്ത് തീർന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ഒന്നിരിക്കും ഇമാമിനോടൊപ്പമായിരിക്കാൻ ഇമാമിനേക്കാൾ മുമ്പായിരിക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആമീനോ അത് ഇമാമിനേക്കാൾ മുമ്പ് എവിടെ പോകണമെന്ന് അറിയാൻ വയ്യ. നമ്മൾ ഒറ്റക്കാലം ചിന്തിച്ചാൽ മതി. സ്പീഡിന് വന്ന ട്രെയിനിൻ്റെ അകത്ത് നമ്മൾ ഓടി അതിനേക്കാൾ മുമ്പ് എത്തുമോ? ഇല്ല, ഒരിക്കലും എത്തൂല. അപ്പോൾ നമ്മൾ അത് അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പം എന്ത് ചെയ്യണം? ഒപ്പമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ശ്രേഷ്ഠത കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ മഹാൻ അങ്ങനെ നിസ്കരിച്ചപ്പോൾ ഒരു അശരീരി കേട്ടെന്താ? ജമാഅത്താക്കിന് 27 നിസ്കരിച്ചെങ്കിലും മലായിക്കത്തിൽ കിറാം ആമീനോടെ പോയി എന്ന് വെച്ചു. അതോട് കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കി പറഞ്ഞ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ആമീൻ 27 ഫضലും അതുപോലെ തന്നെ ഈ മലക്കുകളുടെ ആമീനും ഇതെല്ലാം കൂടി ഒത്തൊരുമിച്ച് കിട്ടുന്ന നിസ്കാരമാണ് ജമാഅത്തായിട്ട് നിസ്കാരം. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تضعف على صلاته في بيته وفي سوقه 25 ضعفا. ഒരു പുരുഷന്റെ നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കാരം തുദഅഫു, അതിൻ്റെയും ഇരട്ടിക്കപ്പെടും. അലാ സ്വലാത്തിഹി ഫി ബൈത്തിഹി വഫി സൂഖി 25 ضعفا. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും അങ്ങാടിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും 25 ഇരട്ടി പ്രതിഫലമാണ് എവിടെ നിസ്കരിക്കല്? പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കല്. വദാലിക അന്നഹു, അതെങ്ങനെയാണ്? ഇദാ തവദ്ദഅ ഫഅഹ്സന വുദൂഅ, ഒരാൾ നന്നായി വുദൂ ചെയ്ത് സുമ്മ ഖറജ ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പുറപ്പെടുക. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാത്ത്. എന്തിനാ പുറപ്പെടുന്നത്? പള്ളിയിലേക്ക് അല്ല, അങ്ങാടിയിൽ പോയി മീനൊക്കെ മേടിച്ച് സാധനമൊക്കെ മേടിച്ച് ബാങ്ക് കൊടുക്കാൻ സമയം ആയെങ്കിൽ എന്ത് ചെയ്യാൻ? പള്ളിക്ക് നിൽക്കരിച്ചിട്ട് അതിനുവേണ്ടി അങ്ങനെയല്ല ഇറങ്ങിയത്. പിന്നെന്താ? ആ ലക്ഷ്യം വെച്ചല്ല ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങാടിയിൽ പോയി എന്ത് ചെയ്യാം? മാർക്കറ്റിൽ പോയി മീനൊക്കെ വാങ്ങി സാധനമൊക്കെ മേടിച്ച് ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? പള്ളിക്ക് നിൽക്കരിക്കാം എന്നും പറഞ്ഞിറങ്ങിയാൽ കിട്ടത്തില്ല. പിന്നെന്താ? പള്ളിയിലേക്കാണ് പുറപ്പെടുന്നത്. ഇവൻ്റെ ഇറക്കം തന്നെ, ഇവനെ ഇറക്കിയതാരാ? പള്ളിയിലേക്ക് ജമാഅത്തിന് വരിക എന്ന ആ ലക്ഷ്യമാണ് വീട്ടിൽ തന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ഇങ്ങനെ വീട്ടിൽ തന്നെ അവനെ ഇറക്കിയത്, പുറപ്പെടുവിച്ചത്. അവന് മനസ്സിലായ? അങ്ങനെ പുറപ്പെട്ട ഒരാൾ ലം യഖുത്തു ഖുത്വതൻ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ, ആ ഓരോ ചുവട്ടടിക്ക്, ആ പള്ളിയിലേക്ക് വരുന്ന ഓരോ ചുവട്ടടിക്ക് അല്ലാഹു തആല ഓരോ ദറജ ഉയർത്തി കൊടുക്കും. വഹുത്തത അനാബിയ ഖതിയ, അവന്റെ ദോഷങ്ങൾക്കെല്ലാം ഓരോ ചുവട്ടടി പ്രായശ്ചിത്തമാണ്. ഫൈദാ സല്ല, അങ്ങനെ നിസ്കരിച്ചാൽ ലം തസലിൽ മലായികതു തുസല്ലി അലൈഹി, മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആർക്ക്? പള്ളിയെ ലക്ഷ്യം വെച്ച് ജമാഅത്ത് മാത്രം ലക്ഷ്യം വെച്ച് പള്ളിയിലേക്ക് വരുന്ന ആൾ. ആ വരുന്ന ആൾക്ക് എന്ത് ചെയ്യും? മലക്കുകളുടെ ദുആ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. മാദാമ ഫീ മുസല്ലാഹു, ആ മുസല്ലിൽ അവൻ ഇരിക്കുന്ന കാലത്തോളം. മാലം യുഹ്ദിസ്, അവൻ്റെ വുളൂ ചെയ്യാൻ പാടില്ല, മുറിയാനും പാടില്ല. അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ റഹ്മഹു, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി, അല്ലാഹുവേ നീ ഈ ആൾക്ക്, ഈ മുസല്ലി ഇരിക്കുന്ന ആൾക്ക് നീ ഗുണം ചെയ്യണേ റബ്ബേ, നീ കരുണ ചെയ്യണേ അല്ലാഹ്. വലാ യസാലു ഫീ സ്വലാത്തിൻ മൻതദർ സ്വലാ, നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം അവൻ എന്താണ്? നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ്, മലക്കുകളുടെ ദുആ അവന് കിട്ടിക്കൊണ്ടേയിരിക്കും.
ആദ്യം പറഞ്ഞു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, ഇപ്പോൾ പറഞ്ഞു അല്ലാഹുമ്മ സ്വല്ലി അലൈഹി അല്ലാഹുമ്മ അർഹംഹു. മനസ്സിലായോ? അങ്ങനെ 3 രൂപത്തിലായിട്ട് ഈ മലക്കുകളുടെ ദുആവ് ഓരോ മനുഷ്യനും ഈ മുസല്ലിൽ ഇരിക്കുന്നവർക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അപ്പോൾ ആ നിലക്ക് ജമാഅത്തായ നമസ്കാരത്തെ പരമാവധി ജമാഅത്തായിട്ട് നിസ്കരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുക ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കി ജമാഅത്തിൻ്റെ ഹദീസുകളുണ്ട്, നമുക്ക് അടുത്ത ദിവസം വായിക്കാം. പറയാനും കേൾക്കാനൊക്കെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റഹീമായ അല്ലാഹുവേ, നിങ്ങൾ ഈ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ റഹ്മാൻ. ഞങ്ങളുടെ ആഖിറയിലിരിക്കുന്ന അമലാക്കണേ റഹ്മാൻ. അർഹമർ റഹീമായ അല്ലാഹുവേ, അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൊഴിമുത്തുകൾ അല്ലാഹു ഞങ്ങൾ കേട്ട കാരണം കൊണ്ട് മുത്ത് നബിയുടെ ജിവാറിലായി ഞങ്ങൾക്കൊരിടം നീ അനുവദിച്ചു തരണേ റഹ്മാൻ. അല്ലാഹു ഇത് കേൾക്കുന്ന അമ്മമാരുണ്ട് റബ്ബേ, അവർക്കും നീ അനുവദിക്കണേ റഹ്മാൻ. അർഹമർ റഹീമായ അല്ലാഹുവേ, പരിശുദ്ധ റമദാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരും ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ റഹ്മാൻ. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരും ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, ലക്ഷോപലക്ഷം മുഅ്മിനീങ്ങൾ നരകത്തിൽ നിന്ന് റമദാനിൻ്റെ ഓരോ രാത്രിയും മോചിപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാൻ. അർഹമർ റഹീമേ, രാവിലെ ഉപജീവന മാർഗവും തേടി പുറപ്പെടുമ്പോൾ നിന്റെ റഹ്മത്തിൻ്റെ ഖൈറിൻ്റെ ബറക്കാത്തിൻ്റെ വാതിലുകൾ നീ തുറന്നു തരണേ റഹ്മാൻ. നിന്റെ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.